ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ, പൊന്നുമോളെ ഉറങ്ങിയില്ലേ. നിങ്ങക്ക് എന്ത് കണ്ണ് കണ്ടൂടെ? പയറ് പോലെ ഒന്ന് തുണി മടക്കിക്കൊണ്ടിരുന്നാണ്ടില്ലേ, എന്നിട്ട് ഉറങ്ങിയില്ലേ? ഞാൻ പാട്ട് പാടിയേ. അയ്യോ, എനിക്ക് മനസ്സിലായില്ല കേട്ടാ. നീ ഭയങ്കര കളിപ്പിലാണല്ലോ. എന്തോ എനിക്കിപ്പോ ഇങ്ങനെ സൗകര്യമുള്ളൂ. ഞാൻ നിന്നെ എന്തോ ചെയ്ത്? നിങ്ങൾ എന്തോ ചെയ്തെന്നാ? നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യാത്തത്? ഈ വീട്ടിൽ നിങ്ങൾ ചെയ്യണത് എല്ലാം അനാവശ്യമായ കാര്യങ്ങളാണ്. എന്താ ഏതെങ്കിലും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്ത ചരിത്രം ഉണ്ടാ? മനുഷ്യന് മനസ്സിലാവണ ഭാഷ പറഞ്ഞേ കൊള്ളായിരുന്നു. ഏതാണാവോ നിങ്ങൾക്ക് മനസ്സിലാവണ ആ ഭാഷ? ഇവിടെ കേട്ടാ അങ്ങോട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ തമാശയൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ, ആണല്ലോ. പക്ഷെ മനുഷ്യനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തമാശ പറയരുത്, അത് മോശമാണ്. ഞാൻ ആർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്? നീ പറ. നിങ്ങൾ എപ്പോഴാണ് ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തമാശ പറയാത്തത്? ഞാൻ അങ്ങനെ പറയാറേ ഇല്ല. അയ്യോ ഇല്ലേ? നിങ്ങൾ ആ മാമനടുത്ത് സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. 24 മണിക്കൂറും മാമനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പറയണ കേട്ട് കേട്ടാണ് മറ്റേ പെണ്ണ ഒരു ലൈസൻസ് ആക്കി എടുത്തത്. മറ്റേ പെണ്ണോ? അതേ പെണ്ണു. എത്ര പെണ്ണുങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇവിടെ? ഒന്ന്. അത് ഞാൻ അല്ലേ, വേറെ പെണ്ണ ഏതാണ്? എനിക്കറിഞ്ഞൂടെ. പിങ്കി നിങ്ങൾക്ക് അറിഞ്ഞു? പിങ്കി നമ്മളെ പിങ്കി. ഞാൻ അവളെ പറ്റിയാണ് പറയണത്. അവളെന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞ കേട്ടോണ്ടാണ് അവൾ ഓരോരുത്തർ സംസാരിക്കണെന്ന്. ഞാൻ പറഞ്ഞിട്ടാണ് അവള് പറയണത്. ഞാൻ അച്ഛൻ്റെ അടുത്തല്ലേ സംസാരിക്കുന്നത്. അതന്നെ, ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ പണ്ടേ അങ്ങനെയാണല്ലോ. ഞാൻ അച്ഛനെ പോയി സോപ്പൊന്നും ഇടാറില്ലല്ലോ. ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് തോന്നണ പറയും, അച്ഛന് തോന്നണ എൻ്റെ അടുത്ത് പറയും. നമ്മളെ അങ്ങനെ ബന്ധമുണ്ട്, പാടെ ബന്ധവും. ചേട്ടാ ചേട്ടാ, നിങ്ങൾക്കത് സ്നേഹമായിരിക്കും, പക്ഷെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അത് അത്ര നല്ല മാതൃക അല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരണത്. പറഞ്ഞാലും മനസ്സിലാവൂലെന്ന് പറഞ്ഞു. ചിന്നു, നമ്മൾ ആവശ്യമില്ലാത്ത മാതൃകയാവാൻ പോണ എന്തിനെ? അയ്യോ, തീർന്നില്ല ഇതുവരെ വഴക്ക്? നിന്റെ അടുത്ത് എപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലാണ് വഴക്കെന്ന്? നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്? അല്ല എന്നല്ലേ അവള് പറഞ്ഞത്. നിന്റെ പ്രശ്നം എന്തോന്നു? എനിക്കെന്ത് പ്രശ്നം? ഈ അപ്പച്ചി കൊള്ളാല്ല, ഓരോരോ മൂഡ് അനുസരിച്ച് ഓരോരുത്ത് വന്ന് ദേഷ്യപ്പെടും. എന്തോന്നത്? അയ്യോ, നിനക്ക് എന്നെ അങ്ങ് മടുത്താ? നീ എന്നെ കൊടുത്ത് മാറ്റിട്ട് വേറെ അപ്പച്ചിയെ കൊണ്ടുവരണ? ഇല്ല. നിനക്ക് എന്താണ് പ്രശ്നം? എനിക്കായ പ്രശ്നം. അപ്പച്ചല്ലേ ദേഷ്യപ്പെടണം എന്റെ അടുത്ത്? നിന്റെ ദേഷ്യപ്പെട്ട നീ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ? നീ ഒന്നും ചെയ്യില്ല. എടി, എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ദേഷ്യപ്പെടും, മനസ്സിലായ? നിനക്കത് പറ്റുമോ? പറ്റൂലേ? പറ്റോ? കൺഫ്യൂഷൻ ആക്കല്ലേ എന്നെ. ഒരു കാര്യം ചെയ്യാം. ഞാനല്ലേ നിനക്കിപ്പോ പ്രശ്നക്കാരി. നീ ആവശ്യമുള്ളപ്പോ മാത്രം ഞാൻ നിന്റെ അടുത്തൊന്ന് മിണ്ടാടിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോളാം. ശരിയായല്ല? ഓക്കെ ആയല്ല? എന്തോന്ന് വർത്താനം അപ്പച്ചി? അപ്പച്ചി നിനക്ക് സമാധാനം? എനിക്ക് സമാധാനം. നീ ഒന്നും ചെയ്തില്ല. നമ്മളിവിടെ സ്നേഹിച്ചിരുന്ന നമ്മളെ ഇവിടെ നീ ഇവിടെ ഒന്ന് കുണു സംസാരിച്ച് അവളെ പണക്കി വിട്ടപ്പോ സമാധാനമായിരുന്നു. ഇങ്ങനെ ഉറച്ചു സംസാരിക്കണായിരുന്ന സ്നേഹം? പിന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്താണ്. നിന്റെ സൗഹൃദത്തിന് സ്നേഹിക്കാൻ നമുക്ക് പോയില്ല. നമ്മളെ സൗഹൃദത്തിന് നമ്മൾ സ്നേഹിക്കുന്നത്. നിന്റെ സൗഹൃദത്തിന് സ്നേഹിക്കണം. നീ ആദ്യം പേര് പെണ്ണാട്ടണം. നിന്നെ ആര് എന്റെ ബെഡ്റൂം വിളിച്ച? ഇറങ്ങി പൊടി. എന്നിട്ടിപ്പോ നിങ്ങളെല്ലാം ഇറങ്ങി പോണേ? ഇറങ്ങി പൊടി. ശരിയാണല്ലോ അത്. ഇറങ്ങി പോ. നീ കഷ്ടം. അത് കലക്കടിച്ചിരുന്നു. നീ ചൊറഞ്ഞു കയറ്റിയപ്പോഴേ അവളെ കണ്ണാ കാണുന്നു. അവളെ ഉണ്ട കണ്ട വെളിയിൽ തള്ളി ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് ഇങ്ങനെ വേണം. നീ കളി അടിച്ചായിരുന്നല്ലോ, നമുക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ കളി അടിച്ച് നിനക്ക് എന്റെ മോൻ കണ്ടിട്ട് അങ്ങനെ തോന്നിയ? ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. നീ കിണിച്ചോണ്ട് വന്നേക്കണം. സീരിയസ് ആയിട്ടാ? പിന്നെ അല്ലാതെ കീഴായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. അതിന് നിങ്ങളാണല്ലോ വളം വെച്ച് കൊടുക്കണത്. 2 എണ്ണത്തിനും കൊടുക്കണം. നല്ല വലിയാണ്. ഇത് അന്വേഷിക്കാനാണ് ഇങ്ങോട്ട് കയറി വന്നത്. സഹായിക്കാന്ന് വിചാരിച്ചു. സഹായിക്കും. അത്യാവശ്യം ഉണ്ട്. ഓരോ കോമഡി പീസുകളുണ്ട് ഈ വീട്ടിൽ. നീ വിചാരണമൊന്നുമല്ല. അവളെ മുട്ടൻ കലിപ്പാണ്. അത് കളി കളിച്ചൊന്നും അല്ല. നീ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല, പോ അങ്ങോട്ട്. അപ്പച്ചി അങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളെ ഒന്നുമില്ലെങ്കിൽ എന്നെ കുഞ്ഞിലെ മുതൽ എടുത്ത് വളർത്തിയല്ലേ. തന്നെ ഓടി ചെന്ന് ചാടി ഒക്കത്ത് കയറി കൊടുക്കും. അവളെന്റെ ചെവളയെ കുത്തി കയറി വരഞ്ഞ് ഉപ്പ് മുളകും തേച്ചിട്ട് പെരട്ടിട്ടെ എണ്ണയിട്ട് വറത്തെടുക്കും. കാണാം. ഒന്ന് പോ, ഞങ്ങളെ പേടിപ്പിക്കാതെ. ഞാൻ പോയി ചോദിക്കട്ടെ. ഞാൻ പണക്കം മാറ്റിക്കോളാം. മാറ്റണേ.
തവിയിട്ട് മണ്ട അടിക്കുന്ന കാണാൻ ഞാൻ കൂടെ അങ്ങോട്ട് പോവാം. അപ്പച്ചി 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 മിണ്ടാത്തിരിന്റെ കിളിപ്പെണ്ണെ നീ ചുണ്ടിൽ തേൻമൊഴിയോ തേങ്ങലോ. അപ്പച്ചിക്ക് ഒരു കാര്യം അറിയോ അപ്പച്ചി? അപ്പച്ചിക്ക് ദേഷ്യം വരുമ്പോഴേ കാണാൻ എന്തൊരു ലുക്കാണെന്ന് അറിയാമോ? മോഹൊക്കെ തൊടുത്ത് അവിടെ ഇവിടെയൊക്കെ ചുമന്ന് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സത്യം ഞാൻ ചേർന്നാല് കാണിച്ചാടി നിന്ന് നീ നീ എന്നെ അടുത്ത് പോകുന്നില്ല. എന്റെ കണ്ടിട്ട് എറിഞ്ഞു എന്തെങ്കിലും. അത് ഞാൻ ചേട്ടനല്ല അറിയാ ഉദ്ദേശിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്, കിടില ഉന്ന വരുന്ന കേട്ടോ. ആ നീറിന് കണ്ണ്. ആ നീറിന് നീർന്നോ? എന്തിനാ മുളക് വരുന്നാ? ആ മുളകായിരുന്നു. കഴുക കഴുക മോൻ കഴുകു. അയ്യോ പാവം. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നിൽക്കണി ഞാൻ നിന്നെ അറിയാൻ പോയതാണ്. കാണിച്ചത് അവിടെ നിന്നോ കാണിച്ചു. രണ്ടാമത് എറിഞ്ഞാടി. രണ്ടാമത് എറിഞ്ഞാടി. ചേട്ടൻ എല്ലാവരെയും വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിക്കണം. എന്തിന് നിന്നെ എന്റെ കണ്ണിൽ പിടിച്ചിട്ടേക്കണല്ലോ മുളക്. എന്റെ കണ്ണിൽ പിടിച്ചിട്ടേക്കണല്ലോ മുളകും തീർന്നു പോയി. ചേട്ടനൊന്നും തോന്നല്ല ചേട്ടാ, അവളെ പിടിച്ചു പോയി. എന്റെ കണ്ണിൽ എരി കൂടപ്പോ പിടിക്കണ്ടേ അവളെ? എന്റെ